29ാമത്തെ കിണറായത്. ഈ വീടിന് കുറെ പ്രത്യേകതയുണ്ട്. കാരണം ലൈറ്റ് ഒന്നും വേണ്ട. ഇതൊരു അന്യായ വെറൈറ്റി വാഴയാണ്. ദേ ഇത് കണ്ടോ, ഈ ചക്കയൊക്കെ പഴുത്തിട്ട് എന്താ വെട്ടാത്? ഇത് നമുക്ക് പഴിപ്പിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. സന്തോഷേട്ടാ നമസ്കാരം. ഇതെന്താണ് സംഭവം? നമ്മളിപ്പോ കല്ലൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതൊരു വെറൈറ്റി കിണർ ചെയ്തത്. നമ്മളിപ്പോ ഇത് 29ാമത്തെ കിണറായത്. നമ്മൾ അതിന് മുമ്പുള്ള കിണറൊക്കെ കണ്ടിട്ടുണ്ട്. 29ാമത്തെ മോഡൽ കിണറായത്. പഴയ ഒരു കിണറായിരുന്നു. പഴയ കിണർ. ഈ വീടിന് നല്ല പഴക്കമുള്ളൊരു വീടാണ്. നമ്മുടെ ഈ കല്ലൂഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീടാണ്. സാറിനോട് ചോദിക്കാതെ. അപ്പം അവിടെ ചെയ്തൊരു വർക്കായത്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിശാലമായിട്ട് കറക്റ്റായിട്ട് മേളിൽ നിന്നുള്ള സൂര്യപ്രകാശം കിട്ടും. അതുപോലെ ഇത് വെള്ളമൊക്കെ കോരി ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ തൂണൊക്കെ അതേപോലെ ചെയ്തേക്കുന്നത്. പിന്നെ പഴയ ഒരു തടിയിൽ ചെയ്ത ഒരു ഫീലുണ്ട്. പിന്നെ ഒത്തിരി വാരി വലിച്ചുള്ള വർക്കാകുമ്പം ഇടയ്ക്ക് പൊടി അഴുക്കൊക്കെ ഇരിക്കുന്നത് ആ ഒരു രീതി അല്ലാതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനൊരു കിണർ. അത് മാത്രമല്ല ഈ വീടിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. നമുക്ക് ആ വീടിന്റെ പ്രത്യേകതയും കാണാം. അതും കൂടി ഒന്ന് കാണാം. നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ഉടമസ്ഥനെ ഒന്ന് വിളിച്ചാലോ? നമുക്ക് നേരിട്ട് 150 വർഷം മുമ്പുള്ള ഒരു വീട് പൊളിച്ചിട്ടാണ് ഇപ്പൊ ഒരു വീട് പണിഞ്ഞ് ആ പഴയ കിണർ പൊളിച്ചിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്തേക്കുന്നത്. സാറേ, നമ്മുടെ ഈ വീട്ടുപേരെന്ത് വരുന്നത്? മുളമൂട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാറിന്റെ പേര്? ബിജു. സാറ് വെളിയിലായിരുന്നോ? കുവൈറ്റിലായിരുന്നു. 3 വർഷമായിട്ട് നാട്ടിലുണ്ട്. വീട് പണിയും ഒക്കെ സംബന്ധിച്ച് നാട്ടിലുണ്ട്. അപ്പൊ ഇങ്ങനൊരു വീടും ഇതേപോലെ കിണർ. ഇപ്പൊ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറിയാൽ കാണാൻ പറ്റും. പറഞ്ഞാൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ വെട്ടം ഉള്ളൊരു വീടാണ്. അപ്പൊ നമുക്ക് വീടിനകത്തോട്ടൊന്ന് കയറിയാലോ? ഈ വീടിന് കുറെ പ്രത്യേകതയുണ്ട്. കാരണം ലൈറ്റ് ഒന്നും വേണ്ട. ലൈറ്റ് ഇല്ലാതെ കൃത്യമായിട്ടുള്ള വാസ്തുപ്രകാരമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വാസ്തു എന്ന് പറഞ്ഞാൽ സയൻസുമായിട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും വെട്ടവും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അകത്തോട്ട് കയറിയാൽ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു മഴയെന്ന് പറഞ്ഞാൽ വെളിയിൽ നല്ല മഴയും കൂരാപ്പുമാണ്. പക്ഷെ ഇതിനകത്ത് കയറി ഒറ്റ ലൈറ്റ് ഇട്ടിട്ടില്ല. ഈ ലൈറ്റ് ഇടാതാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ഒരു നടുമുറ്റമുണ്ട്. ശരിക്കും ഈ മഴയെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ആസ്വദിക്കാൻ പറ്റും. ഈ തൂണുകളൊക്കെ സിമെന്റിൽ തന്നെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് നോക്കിയേ, സീലിംഗ് എല്ലാം ജിപ്സം ബോർഡ് ചെയ്തിട്ട് അതിനകത്ത് കളർ ചെയ്തേക്കുവാണ്. എന്ന് പറഞ്ഞാൽ തടിയുടെ കൂട്ടാണ്. ഒരു വുഡും ഒരു വൈറ്റുമാണ് ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകത. ഇങ്ങോട്ടൊക്കെ നോക്കിയോ, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വീടിനെ ഫുള്ള് വെളിവശം മൊത്തം കാണാൻ പറ്റും. ഫുൾ ഗ്ലാസ് ആണ്. ആ വെട്ടം ശരിക്കും ഇങ്ങോട്ട് വരും. ഒരു ഫാൻ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ലൈറ്റിനകത്തുള്ള കറണ്ട് ചാർജും കുറവാണ്. പക്ഷേ നല്ല വെളിച്ചവും വെട്ടവും ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ചക്കയൊക്കെ പഴുത്തിട്ട് എന്താ വെട്ടാത്? ഇത് നമുക്ക് പഴിപ്പിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. പഴുത്ത് തുടങ്ങി പൊട്ടിക്കേറി. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ വീട്ടുപേരൊക്കെ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാനും അതുപോലെ ഓഫീസുകൾ അതുപോലെ ഹോട്ടലുകൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇതിപ്പോൾ ശില എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്തതാണ്. ഹാൻഡ് വർക്കാണ് ചെയ്തത്. അത് കൈകൊണ്ട് ഉണ്ടാക്കിയതാ, മോൾഡല്ല. ആ മേളിൽ ഇരിക്കുന്ന പരുന്തെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഉണ്ടാക്കിയതാ, മോൾഡല്ല. ഇത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന്റെ അപ്പൊ ഇത് ഇതരത്തെ മോഡൽ കിണറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഈ പ്ലാവിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഈ വീട്ടുപേരുകൾ അല്ലെങ്കിൽ അങ്ങനെ ഓഫീസിലുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു വാഴക്കൊല. നമ്മുടെ കയ്യിൽ 65 വെറൈറ്റി വാഴകളുണ്ട്. അതിനകത്ത് കുറെ വാഴകൾ ഇപ്പൊ പലർക്കും കൊടുത്തു. ഇതൊരു അന്യായ വെറൈറ്റി വാഴയാണ്. ദേ ഇത് കണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇത് പൂക്കളിങ്ങി ഇവിടെ വരെ വരും. ഇതെല്ലാം വിരിഞ്ഞ് ഇവിടം വരെ വരും. എന്നാൽ ലാസ്റ്റിലാണ് കൊല വരുന്നത്. അത് വളരെ ചെറിയ കായും പഴമായിരിക്കും. പക്ഷെ ഇത് കൗതുകത്തോടെ കാണാൻ വെടിച്ചില്ലാണ്. തൊട്ട് കാണിച്ചേ. ഇതുണ്ടോ, ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല, ഒറിജിനലാണ്. ഈ വാഴ തന്നെ കാണാൻ രസം. കണ്ടോ കണ്ടോ, ഇതിന്റെ പല, അത് വേറെ വെറൈറ്റിയാ. ഇവിടെ പിന്നെ ആറ്റുപോന, ആറ്റുകണ്ണൻ, പെരുങ്കാളി, തേൻകാളി, കൂമ്പില്ല കണ്ണൻ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അതിനകത്തുള്ള വെറൈറ്റിയിൽ ഒരു വെറൈറ്റി കണ്ടോ കണ്ടോ, തേൻ കുടിക്കാനായിട്ട് വന്നേക്കുന്നുണ്ടോ. സെറ്റ് സാധനം. ഇതിന്റെ കളർ ഇത് നീണ്ടിത്രയും വരും. താഴെ ഇത് ഇത്രയും കൂടെ വിരിഞ്ഞ് താഴെ വരും. എന്നിട്ടാണ് ആ കായൊക്കെ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത കണ്ടോ, ഈ ഇലയുടെ കളർ തന്നെ ഇതിന്റെ ഈ ഓരോ ഇതിനും ഈ ഇതിന്റെ കളർ തന്നെ. ഇതേപോലെ വെറൈറ്റി വാഴകൾ ഇനിയും നമുക്ക് കാണാം.